ഗുഡ് ആഫ്റ്റർനൂൺ. വിറകടുപ്പിലുണ്ടാക്കിയ നല്ല നാടൻ കോഴിക്കറിയായിരുന്നു ഇന്ന് ഉച്ചയ്ക്കുള്ള ഊണിന് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. നല്ല പൊളിച്ചൊരു നാടൻ കോഴിക്കറി നമ്മൾ പഴയ രീതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കി. നാടൻ അടുപ്പിൽ വിറകൊക്കെ വെച്ച് നല്ല മൺപാത്രം മൺചട്ടിയിൽ കുറച്ച് ടൈം എടുക്കും ചൂടായി വരണമെങ്കിൽ. അപ്പോൾ നമ്മൾ ചട്ടി ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്കുള്ള കണ്ടന്റുകളൊക്കെ സെറ്റ് ചെയ്യാൻ ഉണ്ണിക്കുട്ടൊന്ന് പാളി വെക്കണ്ട അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതാ വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചു. അപ്പോൾ നാടൻ കോഴി നമ്മളെ വീട്ടിലെ കോഴി തന്നെ കേട്ടോ. ഏകദേശം ഒരു 1.5 കിലോ ഉണ്ടായിരുന്നു ആളങ്ങോട്ട് കടയിൽ കൊണ്ടുപോയി നല്ല അങ്ങോട്ട് സൈസാക്കി. അപ്പോൾ നമ്മൾ അതിലേക്ക് ഈ ചട്ടി ഇങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളിയൊക്കെ നല്ല സ്ലൈസ് ചെയ്ത് വാട്ടി കൊടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ അതാ നല്ലോണം സ്ലൈസ് ചെയ്ത് വാട്ടിയും കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട കണ്ടന്റുകൾ ഇപ്പോൾ ഓരോന്നിങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങളെ വീട്ടിലൊക്കെ എന്താ ഉച്ചയ്ക്ക് എന്താ കറി ഇന്ന്? മീനാണോ, ആടാണോ, കോഴിയാണോ? അപ്പം നാടൻ കോഴിയിലേക്കുള്ള ഉള്ളി ഇതാ നല്ലോണം വാടി നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അതിലേക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് പിന്നെ എല്ലാം ഒന്ന് ചതച്ച് നല്ല മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് സ്പീഡിലാവുകയാണ്. അപ്പോൾ ഏകദേശം നല്ല റെഡിയായി. അപ്പോൾ പച്ചമുളക് നല്ല ചീന്തിയിട്ട് അതിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി. അതേപോലെ തന്നെ കുറച്ച് തക്കാളി കാര്യങ്ങളൊക്കെ ഇട്ട് മസാല ഏകദേശം റെഡിയായി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാവരും കൂടി ചേർത്ത് അപ്പോൾ അതങ്ങനെ മസാല അങ്ങനെ റെഡിയായി. അപ്പോൾ മസാലേൻ്റെ സ്മെല്ലെല്ലാം കണ്ട് പുറത്തേക്ക് കുനാന്നാണ്. അപ്പോൾ മുളക് പൊടി കുറച്ചും കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതാ മുളക് പൊടി ഇതാ നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ലോണം ഡൈലൂട്ടായിട്ട് വരണം. നല്ല ഡൈലൂട്ടായി ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ചിക്കൻ കഴുകി ഇതാ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നാടൻ കോഴി ചിക്കൻ. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടീൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യാം. ആദ്യം മസാല റെഡി ആയാലേ ചിക്കൻ അതിലേക്ക് ഇടുമ്പോൾ ഉള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഏകദേശമൊക്കെ ഇതാ മസാലയൊക്കെ റെഡിയായി. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ചിക്കൻ നന്നായി കഴുകിയെടുത്ത നാടൻ കോഴി അതിലേക്കിട്ട് എല്ലാം മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ മസാലയൊക്കെ പിടിച്ചിതാ കോഴി ഇങ്ങനെ കുറച്ച് വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കറിയിലേക്ക്. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ. നമ്മൾ ഗ്യാസിൽ വെക്കണ പോലെയല്ല. നമ്മൾ ഗ്യാസിൽ കുക്കറിലൊക്കെ ഇട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് പരിപാടി കഴിയും. ഇത് അത്രയും നല്ല വൃത്തിയിൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും. ഏകദേശം നമ്മളെ കറി ഇങ്ങനെ വെന്ത് തുടങ്ങിട്ടോ. അപ്പോൾ അടച്ചു വെച്ചത് കറി ഇതാ നമ്മളിതാ തുറന്നപ്പോൾ ആ തിള കണ്ടോ? ഔ, ഒരു രക്ഷയില്ല കേട്ടോ. നാടൻ കോഴിക്കറി, അതും വിറകടുപ്പിൽ പഴയ ഒരു ടേസ്റ്റ് വൈബാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഗ്യാസ് അടുപ്പിലൊക്കെ വെച്ച് കടകടയെന്ന് വെച്ചിട്ട് അതിലേക്ക് തേങ്ങാക്കുത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാക്കുത്ത് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ തേങ്ങാക്കുത്ത്. അതിങ്ങനെ ഹാഫ് വേവിലെടുത്ത് കഴിക്കണം. അപ്പോഴതിൻ്റെ ഒരു നാക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ കുട്ടികളെ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ആ കറി നമ്മളിതിങ്ങനെ ആയി. അപ്പോൾ ധ്രുവ് അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആയോ ചോറായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് വെന്ത് സെറ്റപ്പ് ആയിട്ടുണ്ട്. അതിലേക്ക് 2 നമ്മളെ കറിവേപ്പില, നമ്മളെ കറിയിലെ രാജാവ് എന്നറിയപ്പെടും. പുള്ളിക്കാരനിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. അപ്പോൾ മിക്സിങ് എന്നാ വരട്ടി വരണുണ്ടോ കറി. അത് കൂട്ടിയിട്ട് നമ്മൾ നല്ല ചോറൊരു പിടുത്തം പിടിച്ച് എങ്ങനെ ഉണ്ടാവും? മാരകാവൂലേ? അപ്പോൾ ഇതാ ചോറ് റെഡി. ഇന്ന് കോഴിപ്പാട്സ് ഉണ്ട്, പപ്പടം ഉണ്ട്, പുളിങ്കറി ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത ഫുഡാണിന്ന്. നാടൻ ഭക്ഷണം. നല്ല കോഴിപ്പാട്സ് വെച്ചാൽ രാവിലെ വരുമ്പോൾ കൊണ്ടുവന്നാൽ കുറച്ച്. അപ്പോൾ ധ്രുവും ഉണ്ണിയും നീയും ഇവിടെ റെഡി ആയിക്കുന്നുണ്ട്. ആർക്കപ്പോൾ ഫസ്റ്റ് കൊടുക്കണ്ടേ? അപ്പോൾ ഇതാ ഫുഡ് ഇതാ ഓരോ ഉരുളായിട്ട് അമ്മ ഊട്ടി തന്നാൽ മതി പറഞ്ഞിട്ട് എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ധ്രുവ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ധ്രുവിനൊരു കോഴിപ്പാട്സും നാടൻ കോഴിക്കറിയും പുളിങ്കറിയും എല്ലാതും കൂട്ടിയിട്ട് ഒരു ഉരുള അങ്ങോട്ട് കൊടുക്കാൻ നിൽക്കുകയാണ്. അമ്മമാരെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ അല്ലേ.
ഓ സൂപ്പർ, അത് കേട്ടാ പോരെ. അപ്പോൾ ഓക്കെ, താങ്ക് യു രതീഷ് പരപ്പനങ്ങാടി.